നിയമസഭാ തെരഞ്ഞെടുപ്പ് വിധി എഴുതാൻ ഇനി 8 നാൾ മാത്രം ബാക്കി നിൽക്കെ താരപ്രചാരക രംഗത്തിറങ്ങി കളം പിടിക്കുകയാണ് മുന്നണികൾ. ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവസാന ലാപ്പിൽ ഡീൽ വിവാദവും SDPI വോട്ട് സ്വീകരിക്കുന്നതുമൊക്കെയാണ് പ്രധാന ചർച്ചാ വിഷയം. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇനി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 8 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വലിയ രീതിയിൽ പ്രചാര രംഗത്തൊക്കെ വലിയ രീതിയിൽ സജീവമാണ് മുന്നണികളൊക്കെയും. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇനി 8 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. ഏതായാലും അവസാന ലാപ്പ് വളരെ വേഗത്തിൽ വളരെ ഊർജിതമായി തന്നെയുള്ള പ്രചാരണമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എത്തുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി 2 ദിവസം കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിലെത്തി പ്രതിപക്ഷ LDFനെതിരെയും അതുപോലെ തന്നെ BJPക്കുമെതിരെയും ഒക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലടക്കം മോദി മൗനം പാലിക്കുന്നതടക്കം ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഇനി ഏതായാലും കൂടുതൽ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുകയാണ്. നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് ശനിയാഴ്ച എത്തുന്നുണ്ട്. കോട്ടയത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി 4-ാം തീയതി എത്തുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ നേതാക്കളൊക്കെ എത്തുന്നു. മുഖ്യമന്ത്രിയുടെ ജില്ലകളിലുള്ള പര്യടനം ഇപ്പോഴും തുടരുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണം എല്ലാ മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രമുഖരായ നേതാക്കളടക്കം നടത്തുന്നു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വാഹന പര്യടനം അടക്കം കളം നിറയുകയാണ്. പ്രാദേശിക വിഷയങ്ങളിലടക്കം സ്ഥാനാർത്ഥികളും മുന്നണികളും തമ്മിലുള്ള വാക്പോരുകളും ഒക്കെ തുടരുകയാണ്. ഏതായാലും ആ ഘട്ടത്തിൽ കേരളത്തിൽ ഇപ്പോഴും സജീവമായി തന്നെ ചർച്ചയായി നിൽക്കുന്നത് ഡീൽ ആരോപണമാണ്. ആദ്യം BJPയും CPIMും തമ്മിൽ പാലക്കാടടക്കം ഡീല് ഉണ്ട് എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉയർത്തി വിട്ടത്. ആ ഡീലാരോപണത്തിൽ തിരിച്ച് പ്രധാനമന്ത്രി അടക്കം മറുപടി പറയുന്ന കാഴ്ച കണ്ടു. രാഹുൽ ഗാന്ധി ആ ഡീലാരോപണം ആവർത്തിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഏതായാലും ആ ഡീലാരോപണം സജീവമായി നിൽക്കെ തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും സജീവമായ ഒരു അല്ലെങ്കിൽ ആരോപണം എന്ന് പറയുന്നത് ഈ CPIMന് SDPI നൽകുന്ന പിന്തുണയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആ SDPIയുടെ ഒരു പിന്തുണയും CPIM LDFO ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നേമത്തടക്കം SDPIയുടെ പിന്തുണ ശിവൻകുട്ടി തേടി എന്ന് SDPI വ്യക്തമാക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ SDPIയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും അത്തരത്തിൽ ഈ ഡീൽ ആരോപണവും അതുപോലെ തന്നെ SDPIയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചർച്ചയാകുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വികസനമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുത്തെങ്കിലും നേരിട്ടൊരു സംവാദത്തിനില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സോഷ്യൽ മീഡിയ വഴിയുള്ള സംവാദം തുടരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രചാരണം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഡീലാരോപണം ഉന്നയിച്ച പ്രതിപക്ഷം എത്തുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ഭരണപക്ഷ ആരോപണം എന്ന് പറയുന്നത് ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി പിരിച്ച പണം എന്ത് ചെയ്തു എന്നുള്ള ഒരു ആരോപണം അത് ശക്തമായി തന്നെ ഉയർത്തുകയാണ്. LDF ഇന്നലെ മരിച്ചവരെ പോലും വിറ്റില്ലേ, അവരുടെ പൈസ എടുത്തില്ലേ എന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു പത്രത്തിൽ ലേഖനം എഴുതുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ വയനാട് ദുരിതാശ്വാസ ഫണ്ട് അത് കോൺഗ്രസ് പിരിച്ച ഫണ്ടടക്കം എന്തു ചെയ്തു, തട്ടിപ്പ് നടത്തിയില്ലേ എന്നുള്ളതടക്കം ഉന്നയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ അതിശക്തമായ ആരോപണങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തി വിടുകയാണ്. അതുമാത്രമല്ല കേരളത്തെക്കുറിച്ച് പച്ചക്കള്ളം പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പ്രചാരണമാണ് നടക്കുന്നത്. ഏതായാലും അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇനി 8 ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത്. അതുപോലെ തന്നെ പരസ്യ പ്രചരണത്തിന് 6 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുണ്ടാവുക. 7-ാം തീയതി പരസ്യ പ്രചരണവും അവസാനിക്കും. ശരി, വ്യക്തമാണ്. ഇനി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 8 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും താരപ്രചാരക രംഗത്തൊക്കെ വലിയ രീതിയിൽ സജീവമാണ് മുന്നണികളൊക്കെയും. എന്തായാലും വോട്ടുകളൊക്കെ അനുകൂലമാക്കാനുള്ള തന്ത്രത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും. അവസാന ലാപ്പിൽ ഡീൽ വിവാദവും SDPI വോട്ട് സ്വീകരിക്കുന്ന വിഷയമൊക്കെ പ്രധാന ചർച്ചാ വിഷയമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.